Hello everyone, welcome to Nanan Academy. കേരള നവോത്ഥാനം എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള 20 GK സീരീസിലെ ഒന്നാമത്തെ എപ്പിസോഡാണിത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യം, കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ. വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം അയ്യങ്കാളി. ആരാണ് വില്ലുവണ്ടി യാത്ര നടത്തിയത്? അയ്യങ്കാളിയാണ് വില്ലുവണ്ടി യാത്രയ്ക്ക് നേതൃത്വം നൽകിയത്. വില്ലുവണ്ടി യാത്ര നടത്തിയ നവോത്ഥാന നായകൻ അയ്യങ്കാളി. അടുത്ത ചോദ്യം, ആരുടെ രചനയാണ് ആദിഭാഷ? ആരുടെ രചനയാണ് ആദിഭാഷ? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ആര് രചിച്ചതാണ് ആദിഭാഷ? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് ആദിഭാഷ. എന്താണ് ചോദ്യം? ആരുടെ രചനയാണ് ആദിഭാഷ? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. അടുത്ത ചോദ്യം, ആരെയാണ് നവോത്ഥാനത്തിൻ്റെ കവി എന്ന് തായാട്ട് ശങ്കരൻ വിശേഷിപ്പിച്ചത്? ആരെയാണ് നവോത്ഥാനത്തിൻ്റെ കവി എന്ന് തായാട്ട് ശങ്കരൻ വിശേഷിപ്പിച്ചത്? ഉത്തരം കുമാരനാശാൻ. തായാട്ട് ശങ്കരൻ നവോത്ഥാനത്തിൻ്റെ കവി എന്ന് വിളിച്ചത് ആരെയാണ്? കുമാരനാശാനെയാണ് നവോത്ഥാനത്തിൻ്റെ കവി എന്ന് തായാട്ട് ശങ്കരൻ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത ഉലകിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത്? ഇന്ത ഉലകിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്ന് പറഞ്ഞത് തൈക്കാടയ്യ ഗുരു. തൈക്കാടയ്യ ഗുരുവിൻ്റെ വാക്കുകളാണ് ഇന്ത ഉലകിലെ ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ എന്നുള്ളത്. അടുത്ത ചോദ്യം, 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാര്? 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? ഉത്തരം അയ്യങ്കാളി. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ്? അയ്യങ്കാളി. ഏത് വർഷമാണ്? 1907. അടുത്ത ചോദ്യം, സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ? ഉത്തരം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറയച്ചനാണ് സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ. കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അടുത്ത ചോദ്യം, ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത നീചൻ്റെ ഭരണം എന്ന് വിളിച്ച നവോത്ഥാന നായകൻ. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത നീചൻ്റെ ഭരണം എന്ന് വിളിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം വൈകുണ്ഠസ്വാമികൾ. ബ്രിട്ടീഷ് ആധിപത്യത്തെ വെളുത്ത നീചൻ്റെ ഭരണം എന്ന് വിളിച്ചത് വൈകുണ്ഠസ്വാമികൾ. അടുത്ത ചോദ്യം, ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ. ആനന്ദ മഹാസഭയുടെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി. ആരാണ് ആനന്ദ മഹാസഭ സ്ഥാപിച്ചത്? ബ്രഹ്മാനന്ദ ശിവയോഗി. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ വർഷം. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ വർഷം
1924. ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം നടത്തിയ വർഷം ഏതാണ്? 1924. അടുത്ത ചോദ്യം, ആരുടെ ആദ്യകാല നാമമാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ? ആരുടെ ആദ്യകാല നാമമാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ? ഉത്തരം വാഗ്ഭടാനന്ദൻ. ആരുടെ ആദ്യകാല നാമമാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ? വാഗ്ഭടാനന്ദൻ. അടുത്ത ചോദ്യം, ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ ആദ്യ കൃതിയാണ്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ ആദ്യ കൃതിയാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ആരുടെ ആദ്യ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്? ഉത്തരം ശ്രീനാരായണ ഗുരു. അടുത്ത ചോദ്യം, ജാതികുമ്മി രചിച്ചത് ആരാണ്? ജാതികുമ്മി രചിച്ചത് ആരാണ്? ഉത്തരം പണ്ഡിറ്റ് കറുപ്പൻ. ജാതികുമ്മി രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ചോദ്യം, മാപ്പിള ലഹളയെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ദുരവസ്ഥ. മാപ്പിള ലഹളയെ പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ദുരവസ്ഥ. അടുത്ത ചോദ്യം, ആത്മാനുതാപം എന്ന കൃതിയുടെ രചയിതാവ്. ആത്മാനുതാപം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഉത്തരം കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ആത്മാനുതാപം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറയച്ചനാണ് ആത്മാനുതാപം എന്ന കൃതി രചിച്ചത്. അടുത്ത ചോദ്യം, കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത്. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പൻ. അടുത്ത ചോദ്യം, ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിച്ചത്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിച്ചത് ആരാണ്? ഉത്തരം കെ കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിച്ചത് ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയി പ്രവർത്തിച്ചത്. അടുത്ത ചോദ്യം, യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭയുടെ സ്ഥാപകൻ ആരാണ്? വി ടി ഭട്ടതിരിപ്പാട്. അടുത്ത ചോദ്യം, 1894 ഏപ്രിൽ 22 പൊന്നാനിയിലെ ആനക്കര വടക്കത്ത് തറവാട്ടിൽ ജനിച്ച നവോത്ഥാന നായിക. 1894 ഏപ്രിൽ 22 പൊന്നാനിയിലെ ആനക്കര വടക്കത്ത് തറവാട്ടിൽ ജനിച്ച നവോത്ഥാന നായിക ആരാണ്? ഉത്തരം അമ്മു സ്വാമിനാഥൻ. അമ്മു സ്വാമിനാഥൻ്റെ ജനനം എന്നാണ് 1894 ഏപ്രിൽ 22 പൊന്നാനിയിലെ ആനക്കര വടക്കത്ത് തറവാട്ടിലാണ് നവോത്ഥാന നായികയായിട്ടുള്ള അമ്മു സ്വാമിനാഥൻ ജനിച്ചത്. ഇരുപതാമത്തെ ചോദ്യം, അച്ചിപ്പുടവ സമരം നയിച്ച നവോത്ഥാന നായകൻ. അച്ചിപ്പുടവ സമരം നയിച്ച നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ആറാട്ടുപുഴ വേലായുധ പണിക്കർ. അച്ചിപ്പുടവ സമരത്തിന് നേതൃത്വം നൽകിയ നവോത്ഥാന നായകൻ ആരാണ്? ആറാട്ടുപുഴ വേലായുധ പണിക്കർ.
20 ചോദ്യങ്ങളാണ് വീഡിയോയിൽ. പഠിക്കുക.